ടെറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് ലാസ്റ്റ് എക്സാം അടുപ്പിച്ചുകൊണ്ട് നമുക്ക് 10 ഉണ്ടായിരുന്നു. അത് കഴിയുന്നതും അതെല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എഡ്ഫിലിൻ്റെ ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, ഒരു സബ്ജക്റ്റ് അവർ നെഹ്വാണെങ്കിലും അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെ ഇടക്കും ഒരു പോപ്പപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മൾ ആ പാഠം നമുക്ക് പറഞ്ഞു തരുന്ന നെഹ്വിലാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ജുംലത്തുൽ മുഫീദ ആണെങ്കിലും അതുപോലെ പെഡഗോജി ആണെങ്കിലും പിന്നെ സൈക്കോളജി ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാത്തിനും അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം കിട്ടി, നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു പോപ്പപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ പോപ്പപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അറിയാത്ത ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ നമുക്ക് വീണ്ടും ആ ക്ലാസ് കേൾക്കാനുള്ള ഒരു നല്ലൊരു പിന്നെ ഫ്യൂച്ചറാണ് പോപ്പപ്പ് ക്വസ്റ്റ്യനിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അവസാനം എക്സാം പിന്നെ ഫസ്റ്റ് ടൈം കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം എഴുതായിരുന്നു. ഈ കാറ്ററ്റിനെ കുറിച്ചൊന്നും വലിയൊരു ധാരണ ഇല്ലായിരുന്നു. എന്നാലും LPSC UPSC എഴുതണം എന്നുള്ള PSC എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അപ്പോൾ LPSC UPSC കിട്ടണമെങ്കിൽ കാറ്ററ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാറ്ററ്റിൻ്റെ മോക്ക് ടെസ്റ്റ് ലാസ്റ്റ് എക്സാം അടുപ്പിച്ചുകൊണ്ട് നമുക്ക് 10 ഉണ്ടായിരുന്നു. അത് കഴിയുന്നതും അതെല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മോക്ക് ടെസ്റ്റ് 10 ഞാൻ ചെയ്തിരുന്നത് കറക്റ്റായിട്ട് മോക്ക് ടെസ്റ്റ് മാത്രമാണ് ഞാൻ എക്സാമിൽ ആ ഒരു സമയം ചെയ്തിരുന്നത്. അതിൽ ഏതൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ചാൽ ആ റോങ് ആയിട്ടുള്ളത് അതെവിടെയാണെന്നുള്ളത് അതൊന്നും കൂടെ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പഠിച്ച് വീണ്ടും മോക്ക് ടെസ്റ്റ് എല്ലാത്തിനെയും പിന്നെ സൈക്കോളജി ആയാലും മലയാളം ആയാലും പെഡഗോജി ആണെങ്കിലും എല്ലാത്തിനെയും മോക്ക് ടെസ്റ്റാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തിരുന്നത്.